നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 45ാമത് സർവജനിക ഗണേശോത്സവത്തിന് തുടക്കമായി. വിനായക ചതുർത്ഥി ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ വിവിധ പൂജകളും ചടങ്ങുകളും നടന്നു. കാസർഗോഡ് കോട്ടിക്കുളത്ത് അടച്ചിട്ട വീട്ടിൽ ആയുധങ്ങൾ കണ്ടെത്തി. ബേക്കൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാജാക്കന്മാർ ഉപയോഗിച്ചതെന്ന് കരുതുന്ന വാളുകളടക്കമുള്ള വസ്തുക്കൾ കണ്ടെത്തിയത്. കണ്ടെത്തിയ വസ്തുക്കൾ പുരാവസ്തുവാക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ്. LT ലൈനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് റോഡിൽ വീണ കുരങ്ങുകൾക്ക് രക്ഷകരായി മധുവും ശാന്തികുമാറും. ഇലക്ട്രിക് ലൈനിൽ നിന്നും ഷോക്കടിച്ച് വീണ ശ്വാസം നിലച്ച കുരങ്ങിനും കുഞ്ഞിനുമാണ് കാസർഗോഡ് പരപ്പയിലെ പയാളം സ്വദേശി ശാന്തികുമാറിന്റെ നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷിച്ചത്. തൃക്കരിപ്പൂർ ദിനൂർ മാച്ചിക്കാട്ട് സംസ്ഥാന ലോട്ടറി ടിക്കറ്റ് ഉപയോഗിച്ച് ഒറ്റ നമ്പർ ചൂതാട്ടം നടത്തിയ വയോധികൻ അറസ്റ്റിൽ. സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരവും ഓൺലൈൻ പണമിടപാടും ഇയാൾ നടത്തിയതായി പോലീസ് കണ്ടെത്തി. കെട്ടിട നിർമ്മാണ മസ്ദൂർ സഭ പെൻഷനേഴ്സ് ഫോറം HMS ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിൽ മുമ്പിൽ വെച്ച് പ്രതിഷേധ ധർണ നടന്നു. ജില്ലാ പ്രസിഡന്റ് K അമ്പാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ശോഭിക വെഡിംഗ് ഓണാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഓണസദ്യയും ഒരുക്കി. വാർത്തകൾ വിശദമായി. സാർവജനിക ഗണേശോത്സവ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് രാജരാജേശ്വരി സിദ്ധി ഗണേശ ക്ഷേത്രത്തിൽ 45ാമത് സാർവജനിക ഗണേശോത്സവത്തിന് തുടക്കമായി. ഗണേശ ചതുർത്ഥി ദിനത്തിൽ വിവിധ പരിപാടികൾ നടന്നു. സാർവജനിക ഗണേശോത്സവ സേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് ഹോസ്ദുർഗ് രാജരാജേശ്വരി സിദ്ധി ഗണേശ ക്ഷേത്രത്തിൽ 45ാമത് സാർവജനിക ഗണേശോത്സവത്തിന് തുടക്കമായത്. ഗണേശ ചതുർത്ഥി ദിനത്തിൽ വിവിധ പരിപാടികളാണ് നടന്നത്. ക്ഷേത്രം തന്ത്രി സുബ്രഹ്മണ്യ വാരിക്കാട്ട് തായരുടെയും മേൽശാന്തി ശ്രീനിവാസ പെരുമ്പുതരായയുടെയും കാർമ്മികത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. വിവിധ പൂജകൾ നടന്നു. നിരവധി ആളുകളാണ് ചടങ്ങുകൾ ദർശിക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷം നടത്തി. ക്ഷേത്രം മേൽശാന്തി സത്യന്മാങ്കുളം ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുരാതനവും ആചാരപ്പെരുമയാൽ സമ്പന്നവുമായ ഉത്തര കേരളത്തിലെ പ്രധാന കൃഷ്ണക്ഷേത്രങ്ങളിലൊന്നായ കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി വിവിധ ചടങ്ങുകളോടെയാണ് നടന്നത്. ഗണപതി ഹോമം, വിശേഷാൽ പൂജ, അപ്പനിവേദ്യം, മലർ നിവേദ്യം, ഗണപതി പൂജ തുടങ്ങിയ വിവിധ ചടങ്ങുകൾ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. ക്ഷേത്രം മേൽശാന്തി സത്യൻ മാങ്കുളം ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകൾ ചടങ്ങുകളിൽ പങ്കാളികളായി. കവ്വായി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ആദ്യമായി വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് വിശേഷ പൂജയും അതുപോലെ തന്നെ അപ്പം നിവേദ്യവും മലർ നിവേദ്യം ഉൾപ്പെടെയുള്ള പൂജകൾ നടത്തി. ആ പൂജയിൽ ഒട്ടുവളരെ ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഈ പൂജ സാധാരണഗതിയിൽ നമ്മളെല്ലാ വർഷവും നടത്താറ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പൂജ ഇവിടെ ഈ പുതിയ ഭരണസമിതി നേതൃത്വം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം മുഴുവൻ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിലെത്താനും ഈ പൂജയിൽ പങ്കാളിയാവാനും സാധിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, സെക്രട്ടറി KV രാജേന്ദ്രൻ, ട്രഷറർ ഡോക്ടർ P പവിത്രൻ, അഭിലാഷ് തോയമ്മൽ, സുജിത് കുമാർ കവ്വായി, ദിപിൻ കവ്വായി, K ഇന്ദുലേഖ, വിപിൻ കവ്വായി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കോട്ടിക്കുളത്ത് അടച്ചിട്ട വീട്ടിൽ ആയുധങ്ങൾ കണ്ടെത്തി. ബേക്കൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാജാക്കന്മാർ ഉപയോഗിച്ചതെന്ന് കരുതുന്ന വാളുകൾ അടക്കമുള്ള വസ്തുക്കൾ കണ്ടെത്തിയത്. കണ്ടെത്തിയ വസ്തുക്കൾ പുരാവസ്തുവാക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ്. പാലക്കുന്ന് കോട്ടിക്കുളത്താണ് അടച്ചിട്ട കെട്ടിടത്തിൽ പുരാവസ്തു എന്ന് കരുതുന്ന ആയുധങ്ങൾ കണ്ടെത്തിയത്. 8 വർഷം മുൻപ് അന്തരിച്ച വ്യവസായി മുഹമ്മദ് കുഞ്ഞിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് വസ്തുക്കൾ കണ്ടെത്തിയത്. ബേക്കൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 8 വാളുകളും 3 തോക്കുകളും കസ്റ്റഡിയിലെടുത്തു. പോലീസും ജില്ലാ ഭരണകൂടവും റിപ്പോർട്ട് പുരാവസ്തു വകുപ്പിന് കൈമാറുന്നതോടെ ഇതിന്റെ നിജസ്ഥിതി, കാലപ്പഴക്കം എന്നിവ കണ്ടെത്താനാകും.
കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ വിദഗ്ധർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. രാജഭരണ കാലത്തേതെന്ന് തോന്നിപ്പിക്കുന്ന ആയുധങ്ങൾ ആയതിനാലാണ് ഇവ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വീടിനോട് ചേർന്നുള്ള പ്രത്യേക കെട്ടിടത്തിൽ ആയുധങ്ങൾ കൂടാതെ പുരാതന സംഗീത ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ഭരണികൾ, വിവിധതരം കുപ്പികൾ, പഴയകാലത്തെ ഫോൺ, ത്രാസ്, കളിപ്പാട്ടങ്ങൾ, വിദേശ നിർമ്മിത ചിത്രങ്ങൾ തുടങ്ങി ഒട്ടേറെ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ പുരാവസ്തു ശേഖരണത്തിൽ കമ്പമുള്ള ആളായിരുന്നു മുഹമ്മദ് കുഞ്ഞി എന്ന് ഇയാളുടെ സുഹൃത്തുക്കൾ പറയുന്നു. അതായത് ഇത് പറഞ്ഞെങ്കിൽ അവർ ഗൾഫിൽ നിന്ന് കാർ പോകുന്ന സാധനമാണ്. എത്ര കൊല്ലം മുമ്പ് ഇങ്ങനെ സാധനം വന്നിട്ട് അവർ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യും. അത്ര തന്നെ അവർക്ക് പഴയ വസ്തുക്കൾ ഇങ്ങനെ അവിടുന്ന് കിട്ടുന്നതാണ് പറയുന്നത്. നമുക്ക് അറിഞ്ഞത് അവിടുന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടൊന്നുമില്ല. അവിടുന്ന് കിട്ടുന്നത് അവർ കൊണ്ടിട്ട് ഇവിടെ വെക്കും. പ്രവാസിയായിട്ട് കുറെ വന്നിട്ട് ഏകദേശം എന്ന് പറഞ്ഞെങ്കിൽ കുറച്ചായി. എനിക്ക് കുറച്ച് പിന്നെ മരണത്തിൽ പോയി. അവരുടെ ഒരു പള്ളിയുണ്ട് അവിടെ പാലക്കുന്നിലെ റൗണ്ട് പള്ളി ഇവരതാണ്. അപ്പൊ അവർ ഇങ്ങനെ ചെടികളും കാര്യങ്ങളും ഇങ്ങനത്തെ എല്ലാം കുറച്ച് ഇതാക്കിയിട്ട് ഇതാക്കും. അത്ര അങ്ങനെ ഇതാണ് അവർക്ക് സൂക്ഷിക്കുന്ന ഇങ്ങനെ ആ ഒരു ഇതുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇത് നമ്മളറിയാവില്ല ഇങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ അയൽവാസിയാണ്. നമ്മളറിയില്ല ഇങ്ങനത്തെ ഒരു സംഭവമില്ല. കാണാറിങ്ങനെ നമ്മൾ വരും, ഇവിടുന്ന് കാണും, ഇതെല്ലാം ചെയ്യും. പിന്നെ അങ്ങനെ നമ്മൾ കാണാനും വരില്ല. അങ്ങനത്തെ ഒന്നുമില്ല. സാധനം വരും, നമുക്ക് വണ്ടിയിലെ വരും സാധനം അവർക്ക്. അവർ അങ്ങനത്തെ ഒരു ഇത് നമുക്കറിയാം. പ്രവാസിയായതിനു ശേഷമാണ് മുഹമ്മദ് കുഞ്ഞി ശേഖരണം വിപുലീകരിച്ചത്. 2017 ഇദ്ദേഹം മരണപ്പെട്ടതോടെ കെട്ടിടം അടച്ചുപൂട്ടി. ഇയാളുടെ 2 മക്കൾ വിദേശത്താണ്. സംഭവത്തിൽ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗവും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കുന്ന്. LT ലൈനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് റോഡിൽ വീണ കുരങ്ങുകൾക്ക് രക്ഷകരായി മധുവും ശാന്തികുമാറും. ഇലക്ട്രിക് ലൈനിൽ നിന്നും ഷോക്കടിച്ചു വീണ ശ്വാസം നിലച്ച കുരങ്ങിനും കുഞ്ഞിനുമാണ് കാസർഗോഡ് പരപ്പയിലെ പയാളം സ്വദേശി ശാന്തികുമാറിന്റെ നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷിച്ചത്. LT ലൈനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് റോഡിൽ വീണ കുരങ്ങുകൾക്ക് രക്ഷകരായത് മധുവും ശാന്തികുമാറുമാണ്. പരപ്പ ടൗണിൽ ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം നടന്നത്. ജോലിസ്ഥലത്തേക്ക് പോകാനെത്തിയതായിരുന്നു പള്ളത്തുമലയിലെ ശാന്തികുമാർ. വ്യാപാര സ്ഥാപനം തുറക്കാനെത്തിയതായിരുന്നു മധു വട്ടിപ്പുന്ന. 9ഓടെ ഒരു കുരങ്ങ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ലൈനിലേക്ക് ചാടുകയും തെറിച്ച് റോഡിലേക്ക് വീഴുകയുമായിരുന്നു. ബോധമറ്റ് നിശ്ചലമായി കിടന്ന കുരങ്ങിന്റെ അടുത്തേക്ക് ആളുകൾ ഓടിക്കൂടി. ഉടൻ സ്ഥലത്തെത്തിയ ശാന്തികുമാർ കുരങ്ങിന്റെ നെഞ്ചിൽ 2 കൈകളും കൊണ്ട് പലതവണ അമർത്തി. പെട്ടെന്നു തന്നെ ശ്വാസം ശരിയാവുകയും കുരങ്ങ് കൈകാലുകൾ ചലിപ്പിക്കുകയും സാവധാനം പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുകയുമായിരുന്നു. ഇതിനിടയിലാണ് രണ്ടാമതൊന്നുകൂടി അപകടത്തിൽപ്പെട്ടത്. ശാന്തികുമാറും മധുവും ചേർന്ന് ഈ കുരങ്ങിനും അടിയന്തര പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷിച്ചു. കുരങ്ങുകളിൽ ഒരാൾ ഉടൻ തന്നെ അവിടെ നിന്നും ഓടിമറഞ്ഞു. രണ്ടാമത്തേത് സാവധാനം നടന്ന് മധുവിന്റെ കടയിൽ കയറിയിരുന്നു. പഴം നൽകിയെങ്കിലും കഴിച്ചില്ല. അരമണിക്കൂറിന് ശേഷം പുറത്തിറങ്ങി മലമുകളിലേക്ക് നടന്നു നീങ്ങി. ന്യൂസ് ബ്യൂറോ, പരപ്പ. കാഞ്ഞങ്ങാട് ശോഭിക വെഡിംഗ് ഓണാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഓണസദ്യയും ഒരുക്കി. ചിങ്ങപ്പുലരിയെയും മാവേലിയെയും വരവേറ്റുകൊണ്ടാണ് പൊന്നോണം ശോഭികയിൽ എന്ന ശീർഷകത്തിൽ കാഞ്ഞങ്ങാട് ശോഭിക വെഡിങ്സിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത്. ആഘോഷ ചടങ്ങുകളിൽ ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഓഫീസിലെ അക്കൗണ്ട്സ് ഓഫീസർ ദിനചന്ദ്രനും ഭാര്യ റസിയും മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഇരുവരും ശോഭികയ്ക്ക് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ച് സംസാരിച്ചു. ഇത്തവണ ഓണവും നബിദിനവും അധ്യാപക ദിനവും ഒരേ ദിവസം വന്നത് ഏറെ സന്തോഷം നൽകുന്നതാണെന്നും ഇവർ പറഞ്ഞു. അന്ന് തന്നെയാണ് അധ്യാപക ദിനവും. അങ്ങനെ ട്രിപ്പിൾ ട്രീറ്റാണ്. അപ്പോൾ ഇതൊരു വൻ ആഘോഷം തന്നെ എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഓണത്തെക്കുറിച്ച് നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല.
നമ്മൾ ഒരു മഞ്ഞ കർക്കിടകം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചിങ്ങത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം എല്ലാവരുടെയും മനസ്സിൽ കാണും. നല്ല ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞ് ഒരു ആശ്വാസത്തിൻ്റെ കാലത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ഈ ഓണത്തിന് ഒരു ടീച്ചറെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ, മുഖ്യാതിഥിയായിട്ട് സെലക്ട് ചെയ്യാൻ ഒരു കാരണം എനിക്ക് തോന്നി. എൻ്റെ ഹസ്ബൻഡ് അതൊക്കെ അറിയിച്ചു കഴിഞ്ഞു. സെപ്റ്റംബർ 5-നാണ് ഓണം, വെള്ളിയാഴ്ച. സെപ്റ്റംബർ 5 എന്ന് പറയുമ്പോൾ നമ്മുടെ ദിവസമാണ്, അതായത് നമ്മുടെ അധ്യാപകരുടെ ദിവസമാണ്. അത് ഞാൻ എനിക്കത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ വർഷത്തെ ഓണം നല്ല എനിക്ക് ഏറെ മാറ്റുകൂട്ടുന്ന, നമ്മുടെ അധ്യാപക കുടുംബത്തിന് ഏറെ മാറ്റുകൂട്ടുന്ന ഒരു ഓണമാണ്. അത് നമ്മുടെ അധ്യാപകർക്കും പിന്നെ ഓണം എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം തന്നെയാണ് നബിദിനവും എല്ലാം ഒരേ ദിവസം എത്തുന്ന ഒരു അപൂർവ സന്തോഷ നിമിഷമാണ് ഇന്നത്തേത്. ഈ വർഷത്തെ ഓണം, കഴിഞ്ഞ വർഷത്തെ ഓണം വളരെ ഉള്ളതായിരുന്നു, നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ വർഷം നമുക്ക് ദൈവം 10 മടങ്ങ് സന്തോഷിക്കാനുള്ള ഒരു അവസരം ദൈവം സഹായിച്ച്, വേറെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ 10 മടങ്ങ് നല്ല സന്തോഷത്തോടെ ആഘോഷിക്കാൻ ഒരു അവസരം നമുക്ക് തന്നിരിക്കുകയാണ്. ബിഗ് മാൾ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കിയും ശോഭിക HR എക്സിക്യൂട്ടീവ് അനഘയും ചേർന്ന് അതിഥികളെ ആദരിച്ചു. കൂടാതെ ബിഗ് മാൾ ഡയറക്ടർ ഷംസു പാലക്കിയും സൂപ്പർവൈസർമാരായ അമീഷും റിസ്വാനും ചേർന്ന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇപ്പം മാഷ് പറഞ്ഞതുപോലെ പ്രാവശ്യത്തെ ഓണം നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ആഘോഷമായ ഓണവും നബിദിനവും നമ്മുടെ വഴികാട്ടികളായിരുന്ന അധ്യാപകരുടെ ദിനവും കൂടി ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ഏറെ സന്തോഷവാന്മാരാണ്. അതുകൂടാതെ നമുക്കിന്ന് ഗസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഓരോ വ്യക്തിയും എന്നും നമ്മൾ നേർവഴിക്ക് നയിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ എന്നും നമ്മുടെ അധ്യാപകരാണ്. അവരെ തന്നെ ഈ അധ്യാപക ദിനത്തിൻ്റെ ഓർമ്മക്കായി നമുക്ക് ഗസ്റ്റായിട്ട് കിട്ടിയ വളരെ സന്തോഷമാണ്. ഷോറൂം മാനേജർ മൻസൂർ സ്വാഗതം പറഞ്ഞു. സ്പെക്ടാക്കുലർ ഡാൻസ് സ്റ്റുഡിയോ ടീമിന്റെ നൃത്തവും ശോഭിക സ്റ്റാഫിന്റെ കലാപരിപാടികളും ഏറെ ശ്രദ്ധേയമായി. വിഭവസമൃദ്ധമായ ഓണസദ്യയും നൽകി. പരിപാടിയുടെ നിയന്ത്രണം HR എക്സിക്യൂട്ടീവ് ഭാവനയും അനഘയും നിർവഹിച്ചു. സൂപ്പർവൈസർ ഷുറൂഖിന്റെ നന്ദി പ്രകാശനത്തോടെ പരിപാടി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാടിന്റെ പൈതൃകത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനും തനതായ പൈതൃകം നിലനിർത്തുക തുടങ്ങിയ ഉദ്ദേശത്തോടുകൂടി സംസ്ഥാനത്തെ ആർക്കിടെക്ടർമാരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട് കേരള ചാപ്റ്റർ അയനം ആർക്കിടെക്ട് യാത്രാ സംഘം മോനാക്ച ക്ഷേത്രം സന്ദർശിച്ചു. ക്ഷേത്രത്തിലെത്തി സംഘം തനത് കലാരൂപമായ പൂരക്കളി കാണുകയും അതിന്റെ പൂരക്കളിപ്പാട്ട്, ചുവടുവെപ്പ് എന്നിവയെക്കുറിച്ച് അറിയുകയും ചെയ്തു. നാടിന്റെ പൈതൃകത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനും തനതായ പൈതൃകം നിലനിർത്തുക തുടങ്ങിയ ഉദ്ദേശത്തോടുകൂടി സംസ്ഥാനത്തെ ആർക്കിടെക്ടർമാരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ കേരള ചാപ്റ്റർ അയനം ആർക്കിടെക്ട് യാത്രാ സംഘം മോനാച്ച ക്ഷേത്രം സന്ദർശിച്ചു. ക്ഷേത്രത്തിലെത്തിയ സംഘം തനത് കലാരൂപമായ പൂരക്കളി കാണുകയും അതിന്റെ പൂരക്കളിപ്പാട്ട്, ചുവടുവെപ്പ് എന്നിവയെക്കുറിച്ച് അറിയുകയും ചെയ്തു. കാമദേവന്റെ പുനർജന്മത്തിന് വേണ്ടിയിട്ട് പൂരക്കളിയും പൂരാഘോഷവും നടത്തുന്നു എന്നാണ് സങ്കല്പം. അപ്പം നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് 1-ാം നിറം എന്ന് പറയുന്ന ആദ്യത്തെ കളിയും 4-ാം നിറം എന്ന് പറയുന്ന ഒരു കളിയും കൂടെ അവതരിപ്പിക്കും. പിന്നെ ഒരു ചെണ്ടും കൂടെ ആണ് നമ്മളിന്ന് അവതരിപ്പിക്കുന്നത്. ക്ഷേത്രം പുരക്കളി സംഘത്തിലെ 19 ആളുകൾ ചേർന്നാണ് പുരക്കളിയിലെ പ്രധാന ഭാഗങ്ങൾ അവതരിപ്പിച്ചത്. ഫോക്ലാൻഡ് ചെയർമാൻ PK ജയരാജൻ, ക്ഷേത്രം പുരക്കളി പണിക്കർ പ്രമോദ് പണിക്കർ, മോനാച്ച എന്നിവർ പുരക്കളിയെക്കുറിച്ച് വിശദീകരിച്ചു. അയനത്തെക്കുറിച്ച് IIA ഹെറിറ്റേജ് സെൽ കോർഡിനേറ്റർ ശ്യാംകുമാർ പുറമങ്കര സംസാരിച്ചു. ആർക്കിടെക്ട്സ് യാത്ര അറൗണ്ട് നേച്ചർ ആൻഡ് മെമ്മറീസ് അല്ലെങ്കിൽ അയനം എന്നുള്ളത് ഒരു കൂട്ടം ആർക്കിടെക്റ്റുകൾ
നമ്മുടെ പൈതൃകം തേടിയുള്ള ഒരു യാത്രയാണ്. അത് കാസർഗോഡ് ജില്ലയിലെ ഒരു 36 വിവിധ സ്ഥലങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ മോനാച്ചയിലെ പൂരക്കളി കാണാനുള്ള നമ്മുടെ യാത്ര. ഇതിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 15ഓളം ആർക്കിടെക്റ്റുകൾ കൂടിയാണ് ഈ യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ പൈതൃകം, നശിച്ചുകൊണ്ടിരിക്കുന്ന പൈതൃകം നമ്മുടെ ആർക്കിടെക്ട്സ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുക, അതുവഴി അതിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ അസോസിയേഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സിലൂടെ സാധിക്കാൻ ഉള്ള ഒരു പരിശ്രമമായിട്ടും. കൂടാതെ മൺപാത്രത്തിൽ നാടൻ വിഭവങ്ങൾ തുടങ്ങിയ ഭക്ഷണം നൽകുകയും ചെയ്തു. ആധുനികതയുടെ ഭാഗമായി രൂപമാറ്റം വന്നുകൊണ്ടിരിക്കുന്ന തനത് പൈതൃകം പാരമ്പര്യത്തോടെ നിലനിർത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള സംസ്ഥാന യാത്രാസംഘം ഈ മാസം 24 മുതൽ 27 വരെ മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെയുള്ള 36 കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് സംഘം മോനാച്ച ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് പബ്ലിക് സർവൻസ് സഹകരണ സംഘം ഓണച്ചന്ത ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് പബ്ലിക് സർവൻസ് സഹകരണ സംഘം ഓണച്ചന്ത ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. 13ഓളം നിത്യോപയോഗ സാധനങ്ങൾക്ക് ഏറ്റവും നല്ല സബ്സിഡി നൽകിക്കൊണ്ട് അത് വിതരണം ചെയ്യാൻ പല ഭാഗങ്ങളിലായിട്ട് പല മേഖലകളിൽ വിവിധ സർവീസ് സഹകരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റ് സംഘങ്ങളും ഒക്കെ ഇന്നലെ ഇപ്പോൾ സപ്ലൈകോയുടെ മാർക്കറ്റ് കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇന്നിപ്പോൾ ഇവിടെ നാളെ പീപ്പിൾസ് സൊസൈറ്റിയുടെ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഈ 13ഓളം നിത്യോപയോഗ സാധനങ്ങൾക്ക് സബ്സിഡി, അതുപോലെ തന്നെ മറ്റു അവശ്യ വസ്തുക്കൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഓണക്കോടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. സംഘം പ്രസിഡന്റ് ഡോക്ടർ KV രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ P ലോഹിതാക്ഷൻ, ശ്രീകല, KV ഭരതൻ എന്നിവർ സംസാരിച്ചു. K വിനോദ് കുമാർ സ്വാഗതവും ATV ഗായത്രി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻ GLP സ്കൂൾ 100ാം വാർഷികാഘോഷം സമാപനം ഓഗസ്റ്റ് 28 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മടിയൻ GLP സ്കൂളിന്റെ 100ാം വാർഷിക സമാപന പരിപാടി 28 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 7 മണി മുതൽ സ്കൂൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടക്കും. രാത്രി 8 മണിക്ക് സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ ഉദ്ഘാടനം ചെയ്യും. സുരേഷ് ബാബു കണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തും. പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിക്കും. പരിപാടിയിൽ LSS വിജയികളെ അനുമോദിക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീബ ഉമ്മർ, 4ാം വാർഡ് മെമ്പർ കുഞ്ഞാമിന, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ A ദാമോദരൻ, ലക്ഷ്മി തമ്പാൻ, AEO VK സൈനുദ്ദീൻ, സ്കൂൾ ഹെഡ്മാസ്റ്റർ വിനോദ് കുമാർ, മുൻ HM T സുധാകരൻ, മൂലക്കണ്ണം പ്രഭാകരൻ, PV സുരേഷ്, മുബാറക് ഹസൈനാർ ഹാജി, V കമാരൻ, PK അസീസ്, സുധീഷ് പാലക്കി, സതീശൻ പാലക്കി, ശ്രീജിത്ത് മടിയൻ, ശ്രീനിവാസൻ മടിയൻ, B ഗംഗാധരൻ, AV ബാലൻ, ദിനേശൻ ഹർഷ, V ഗോപി, ഭാഗ്യ, ഗാദർ ഗോൾഡൻ മാർബിൾ, P സുനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. LP സ്കൂളാണ്. 100 വർഷം കഴിഞ്ഞു. അതിൻ്റെ ആദ്യമുണ്ടായത് ഈ മടിയൻപുരം ദേവസ്വമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലത്താണ് അതിന് തുടക്കം എന്ന് പറയുന്നത്. പിന്നീടാണ് മുകളിലേക്ക് വന്നത്. അതിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ വർഷം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ഉപമന്ത്രി MB രാജേഷാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനുശേഷം ഇന്നുവരെ ഒരുപാട് പരിപാടികൾ നമ്മുടെ ഈ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ വെച്ചു. സംഘാടക സമിതി വൈസ് ചെയർമാൻ P ജ്യോതി ബസു സ്വാഗതവും ട്രഷറർ CV തമ്പാൻ നന്ദിയും പറയും. രാത്രി 9-ന് ഗാനമേളയും നടക്കും. വാർത്താസമ്മേളനത്തിൽ P ജ്യോതി ബസു, ട്രഷറർ CV തമ്പാൻ, MHMV വിനോദ് കുമാർ, സതീശൻ പാലക്കി, ശ്രീനിവാസൻ മടിയൻ, B ഗംഗാധരൻ, AV ബാലൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 45ാമത് സർവ്വജനിക ഗണേശോത്സവത്തിന് തുടക്കമായി. വിനായക ചതുർത്ഥി ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ വിവിധ പൂജകളും ചടങ്ങുകളും നടന്നു.
കാസർഗോഡ് കോട്ടിക്കുളത്ത് അടച്ചിട്ട വീട്ടിൽ ആയുധങ്ങൾ കണ്ടെത്തി. ബേക്കൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാജാക്കന്മാർ ഉപയോഗിച്ചതെന്ന് കരുതുന്ന വാളുകളടക്കമുള്ള വസ്തുക്കൾ കണ്ടെത്തിയത്. കണ്ടെത്തിയ വസ്തുക്കൾ പുരാവസ്തുവാക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ്. LT ലൈനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് റോഡിൽ വീണ കുരങ്ങുകൾക്ക് രക്ഷകരായി മധുവും ശാന്തികുമാറും. ഇലക്ട്രിക് ലൈനിൽ നിന്നും ഷോക്കടിച്ച് വീണ ശ്വാസം നിലച്ച കുരങ്ങിനും കുഞ്ഞിനുമാണ് കാസർഗോഡ് പരപ്പയിലെ പയാളം സ്വദേശി ശാന്തികുമാറിന്റെ നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷിച്ചത്. തൃക്കരിപ്പൂർ ദിനൂർ മാച്ചിക്കാട്ട് സംസ്ഥാന ലോട്ടറി ടിക്കറ്റ് ഉപയോഗിച്ച് ഒറ്റ നമ്പർ ചൂതാട്ടം നടത്തിയ വയോധികൻ അറസ്റ്റിൽ. സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരവും ഓൺലൈൻ പണമിടപാടും ഇയാൾ നടത്തിയതായി പോലീസ് കണ്ടെത്തി. കെട്ടിട നിർമ്മാണ മസ്ദൂർ സഭ പെൻഷനേഴ്സ് ഫോറം HMS ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിൽ മുമ്പിൽ വെച്ച് പ്രതിഷേധ ധർണ നടന്നു. ജില്ലാ പ്രസിഡന്റ് K അമ്പാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ശോഭിക വെഡിംഗ് ഓണാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഓണസദ്യയും ഒരുക്കി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.